സോ സിജോന്റെ ഗെയിം പ്ലാൻ ഇതാണ്, അതായത് ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അവന്റെ റൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളിയാണ് സിജോയ്ക്ക്. പക്ഷെ റോക്കി നേരെ ഓപ്പോസിറ്റ് ആണ്. റോക്കി പച്ചയായ മനുഷ്യൻ, അടിക്കടി വെടിക്ക് വെടി. റോക്കി പറയുകയും ചെയ്യും, ഞാൻ എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കളിച്ചത്, ഞാൻ എല്ലാവർക്കും വേണ്ടിട്ടുള്ളത്. അതായത് അവൻ ഇഷ്യൂസ് ഉണ്ടാക്കണത് പലതും ഗ്രൂപ്പിന്, അതായത് ആ വീട്ടിലത്തെ എന്തെങ്കിലും പ്രോബ്ലം എടുത്തിട്ടായിരിക്കും. അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് അവന്റെ കുറെ പ്രോബ്ലംസ് അവൻ സംസാരിച്ചത്. ഇപ്പൊ അന്ന് സമരം ചെയ്തതും ഒക്കെ റോക്കിയുടെ നേതൃത്വത്തിലാണ്. പക്ഷെ അവൻ പറയുന്നത് സിജോ അത് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വന്നു, അങ്ങനെയൊക്കെയാണ്. അത് തന്നെ സിജോ പറയുകയും ചെയ്തു. ബാക്കി ഇതൊക്കെ കഴിഞ്ഞപ്പോ സിജോ പറയാ, ഞാനും ഇത് ഇങ്ങനത്തെ എന്താ പറയാ ഇത് സമരം ചെയ്യാനായിട്ട് ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ഓബ്വിയസ്ലി എന്നിട്ട് നമ്മുടെ റോക്കി ബോയ് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അത് ഞാൻ ലാലേട്ടന് മുന്നിൽ അങ്ങനെ ഉദ്ദേശിച്ചു, അത് ഞാൻ കൺവിൻസിങ് കൺവിൻസ് ചെയ്യാൻ നോക്കണ്ടായിരുന്നു. പക്ഷെ റോക്കിനെ കുറ്റം പറയുകയും ചെയ്യില്ല, അവൻ അതിനനുസരിച്ച് സ്മൂത്ത് ആയിട്ട് അവൻ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതാണ് അവന്റെ കഴിവ്. അതായത് അവൻ സംസാരിക്കുമ്പോ ഞാൻ അവന്റെ ഫ്രണ്ടായിട്ട് തന്നെ ഇതാക്കുന്നുള്ളൂ, ഇതാക്കും. അപ്പൊ ആൾക്കാർ ഇവന്റെ ഒരു നല്ല മരം ഇതും പ്ലസ് അതിന്റെ ഇടയിൽ കൂടെ ഒബ്വിയസ്ലി ആൾക്കാർക്ക് അറിയാലോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും വിക്റ്റ് ആവും. അപ്പൊ ഇനി അവന് അവിടെ വരാൻ പോണില്ല. എന്നിട്ട് സിജോ പ്രത്യേകിച്ച് എടുത്തു പറയാം, ഞാൻ പ്രൊവോക്ക് ചെയ്തില്ല അത് എന്നിട്ടും അങ്ങനെ അടിച്ചു എന്നല്ല പറഞ്ഞു. എന്ത് തന്നെ ആയാലും അടിക്കാൻ അത് പാടില്ല, അത് തെറ്റാണ്. പക്ഷെ നമ്മളിപ്പോ സിജോന്റെ കാര്യം പറയുമ്പോ സിജോ പ്രൊവോക്ക് ചെയ്യണം. രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കുമ്പോ അത് പ്രൊവോക്കേഷൻ തന്നെയാണ്. സിജോനാണ് ഫസ്റ്റ് അവനെ താടിക്ക് പിടിച്ചത്. അതെ, താടിക്ക് പിടിച്ചത്. അതിന്റെ നമ്മുടെ റോക്കിയോ പറയും ചെയ്തു, നീ എന്നെ തൊട്ടില്ല, തൊട്ടഞ്ഞ അടിക്കും, തൊട്ടഞ്ഞ അടിക്കും. വാണിംഗ് കൊടുത്തു, അടിച്ചു, അടിയും കഴിഞ്ഞു. ഞങ്ങൾ അടി ന്യായീകരിക്കുന്നതല്ല, പക്ഷെ അടി ഓബിയസ്ലി ഞാൻ പ്രൊവോക്ക് ചെയ്തിട്ടില്ല. അപ്പൊ മുടീന ആരെന്റെ അടുത്ത് പറഞ്ഞു, ഈ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന പ്രൊവോക്കേഷൻ, ഒരാള് തിരിച്ച് സംസാരിച്ചില്ല ഓബിയസ്ലി ആ മാറ്ററോട് ക്ലോസ് ആയി പോയി. എന്തെങ്കിലും ചെറിയ ടോപ്പിക് എടുത്തിട്ടാൽ മതി, അത് പ്രൊവോക്കേഷൻ തന്നെ. പ്രത്യേകിച്ച് ഇതില് സിജോന്റെ സൈഡിൽ നമ്മള് ഒപ്പോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവനാണ് ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ട് ചാർജ് എടുത്തത് ഡേ ആണെന്ന്. സോ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഒരു അടി ഉണ്ടാവുമ്പോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ഹൗസിൽ എല്ലാവരും ചെയ്യുക അടി ഒഴിവാക്കലാണ്. ആ ഒഴിവാക്കല് സിജോ അവിടെ ചെയ്തിട്ടില്ല. അവൻ ഗെയിം പ്ലാൻ ആയിട്ട് എടുത്തു. ഗെയിം ഓബിയസ്ലി ഇവന്റെ ഏറ്റവും അഗേൻസ്റ്റ് ഉള്ള കണ്ടന്റർ ഇവൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പത്തെ ബിഗ് ബോസ് സ്ട്രോങ് ആയിട്ടുള്ള റോക്കി ബോയ് 100% ഷുവർ ആയിരുന്നു ടോപ്പ് 5 എന്തായാലും റോക്കി ബോയ് വരുന്നത്. അപ്പൊ സിജോക്ക് റോക്കി ബോയ് എങ്ങനെയും എലിമിനേറ്റ് ചെയ്യണം. പിന്നെ ഈ ജബ്രി ജബ്രി ടീമും മറ്റേ സിജോക്ക് റോക്കി ബോയ് ആയിരുന്നു ഏറ്റവും വലിയ കണ്ടന്റർ. വേറെ ആരും സ്ട്രോങ് ഇല്ലാന്ന് അവൻ തന്നെ അറിയാം. പിന്നുള്ളത് ജബ്രി, അതായത് ഗബ്രിയും ജാസ്മിൻ. ആ ടീം എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ നാളെ തോട്ട് അറിയാം. മറ്റേ ഓഡിയൻസിന്റെ ക്ലാപ്പും ലാലേട്ടന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ ഓബിയസ്ലി ഇവരുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാം. അപ്പൊ നെക്സ്റ്റ് ബെസ്റ്റ് കണ്ടന്റ് ഇവൻ തന്നെയുള്ളൂ. ഇവനെ എങ്ങനെയും എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ എല്ലാരും കുറച്ച് സോഫ്റ്റ് ആണ്, എല്ലാരും സോഫ്റ്റ്. ഇവനാണ് മുഖത്തടിച്ച് പറയുന്നത്, റോക്കിയാണ് മുഖത്തടിച്ച് പറയുന്ന ഒരാളുള്ളത്. അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവനെ എലിമിനേറ്റ് ചെയ്താൽ സിജോന്റെ ലൈഫ് ഈസി ആയില്ലേ. സിജോക്ക് കപ്പെടുക്കാൻ സുഖമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് വരണം. വൈൽഡ് കാർഡ് വരാണെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയാം. അതന്നെ, ആരെങ്കിലും ഒരാൾ എക്സ്റ്റേണൽ ആൾക്കാര് രണ്ടുപേരും അറ്റ്ലീസ്റ്റ് കയറുന്നതിന്റെ ഉള്ളിലേക്ക് അവർ നല്ലൊരു കോമ്പറ്റീറ്റർ ആവണം. അങ്ങനെയാണെങ്കിൽ സിജോന് ചാൻസ് കുറച്ച് കുറയും. പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിൽ ഇനി സിജോനാണ് കപ്പെടുക്കാൻ കുറച്ച് യോഗ്യതയുള്ള 90% അവൻ തന്നെയാണ് കപ്പ് ഉറപ്പിച്ചു. ഇനി ഓബിയസ്ലി വൈൽഡ് കാർഡ് വരുമ്പോ കറക്റ്റ് ആയിട്ട് കളിച്ചാൽ കിട്ടും, മാറും.